ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ സന്ധ്യയോട് വരാൻ പറഞ്ഞത്. അർച്ചനയുടെ കുഞ്ഞിന്റെ നൂലിയെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണം. ഇനി അതിനായി കാത്തിരിക്കേണ്ട കാര്യമില്ല. എന്താ സന്ധ്യയുടെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിയമപരമായി ഞങ്ങൾക്കിപ്പോ വിവാഹം കഴിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഞങ്ങൾ ഉടനെ തന്നെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങും. ഒരു ദിവസം ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി മാലയിട്ട് ഇവളുടെ കൈയും പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കയറി വരും. അങ്ങനൊരു ചടങ്ങ് മാത്രം മതി. അങ്ങനെ പറയാൻ നിനക്ക് അവകാശമുണ്ട്. അനുഭവം കൊണ്ട് നിന്റെ മനസ്സ് അതിന് പാകപ്പെട്ട് കാണുകയും ചെയ്യും. പക്ഷേ എന്റെ ആഗ്രഹം അങ്ങനെയല്ല. അത് മതി അച്ഛാ. നമ്മളിനി ഇവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഇവരുടെ ജീവിതം എങ്ങനെ വേണമെന്ന് ഇവർ തന്നെ തീരുമാനിച്ചോട്ടെ. അതല്ലേ നല്ലത്. അവരുടെ തീരുമാനത്തിലാണല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അവന്തിക കാരണം തകർന്നു പോയ ജീവിതമാണ് എൻ്റെ മോൻ്റേത്. എല്ലാം മറന്ന് ഇവനൊരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെല്ലാവരും അവൻ്റെ ഒപ്പം വേണം. എല്ലാ ചടങ്ങുകളോടും ആർഭാടങ്ങളോടും കൂടി മോളെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നാ അച്ഛൻ്റെ ആഗ്രഹം. എല്ലാം നന്ദേട്ടൻ പറയുന്നത് പോലെ മതിയച്ച. നമ്മൾ ആർഭാടമായിട്ട് എല്ലാരും കൂട്ടി കല്യാണം നടത്താൻ പോയാ അത് അവരറിയും. ചിലപ്പം പോലീസും കോടതിയൊക്കെയായി വന്ന് അവര് ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. എന്തിനാ നമ്മളായിട്ട് അങ്ങനെ ഒരു സമാധാനക്കേട് ഉണ്ടാക്കുന്നേ? നിങ്ങളെ മനസ്സിലാക്കുന്നതിൽ അച്ഛന് തെറ്റുപറ്റി മോളെ. ഇനിയെങ്കിലും എൻ്റെ മോനൊരു നല്ല ജീവിതം കിട്ടിയാൽ മതി. അതിന് നീ ഇവന്റെ കൂടെ വേണം. കുടുംബ കോടതിയിലെ ആദ്യത്തെ കൗൺസിലിംഗ് നാളെയാ. ഇനി എന്തിനാ ഒരു കൗൺസിലിംഗ്? എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടണം. അതാ നല്ലത്. അതിനുവേണ്ടി എത്ര കോമ്പൻസേഷൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നാളെ കൗൺസിലിംഗില് അവൾ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൾ ആദ്യം പറയാൻ പോകുന്നത് അവൾക്ക് ഡൈവോഴ്സ് വേണ്ടെന്ന് തന്നെ ആയിരിക്കും. എല്ലാം അച്ഛനും നന്ദേട്ടനും കൂടി തീരുമാനിച്ചാൽ മതി. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. ചെല്ലുമോളെ, അവിടെ കുട്ടികൾ നിന്നെ കാത്തിരിക്കുക. കോടതിയിൽ അവള് ഡിവോഴ്സ് വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അച്ഛനതോർത്ത് വിഷമിക്കണ്ട. ഡിവോഴ്സ് കിട്ടിയാലും ഇല്ലെങ്കിലും സന്ധ്യയും ഞാനും തമ്മിലുള്ള ജീവിതം ഞങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും. അതിന് യാതൊരു മാറ്റവും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും അവൾ തകർത്തൊടച്ചു കളഞ്ഞ ജീവിതം അവളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ തിരിച്ചു പിടിക്കും. അവൾക്ക് മുന്നിൽ ഞാനും സന്ധ്യയും സന്തോഷത്തോടെ തന്നെ ജീവിക്കും.